ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് എഡ്ജിൽ ഈ ആഴ്ചത്തെ വീക്ക്ലി ടെക്നിക്കൽ റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ ഇതൊരു ബൈ റെക്കമെൻഡേഷൻ ഒന്നല്ല. ആ ഒരു റിപ്പോർട്ട്സ് നമ്മുടേതായ ടെക്നിക്കലും അതുപോലെ ഫണ്ടമെന്റലും അനാലിസിസ് നടത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഈ ആഴ്ച റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ആഴ്ച 3 സ്റ്റോക്സുകളാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്: ഫിനോലെക്സ് കേബിൾസ്, JB മോട്ടോ, KPIT ടെക്നോളജീസ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫിനോലെക്സ് കേബിൾസ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക്ഔട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്, നല്ല വോളിയത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്സ് അതിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ നല്ല വോളിയത്തിൽ തന്നെയാണ് ഇവിടെ ബ്രേക്ക്ഔട്ട് നടന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബൈ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 1180 1215 ലെവലാണ്. അപ്പോൾ ഇപ്പോൾ സ്റ്റോക്സ് ആ ലെവൽസിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഈ ലെവലിലൊക്കെ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 1580 ആണ്. അതുപോലെ സ്റ്റോപ്പ് ലോസ് പറയുന്നത് 1030 ആണ്. അപ്പോൾ ഈ ലെവലാണ് സ്റ്റോപ്പ് ലോസ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റോക്സ് റീടെസ്റ്റ് ചെയ്യാണ്ട് ടാർഗറ്റ് ലെവൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1580 ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം, പിന്നെ നമ്മൾ നോക്കണ്ട. അതല്ല, ഇപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാണ്ട് താഴേക്ക് ഈ ലെവൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബൈ ചാൻസ് ഉണ്ട്. ഈ ഒരു 1030 സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ടെക്നിക്കൽ ലെവൽസ് ആണ്. അപ്പോൾ ടെക്നിക്കൽ ലെവൽ അനുസരിച്ച് 1215 1180 ആണ് ഇതിൻ്റെ ബൈ വരുന്നത്. ഇനി ഫണ്ടമെൻ്റലി നമുക്ക് നോക്കുകയാണെങ്കിൽ ഫിനോലെക്സ് കേബിൾസ് സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് സ്ട്രോങ് മാർക്കറ്റ് പൊസിഷൻ ഉണ്ട്, അതുപോലെ ഹെൽത്തി ROC ഉണ്ട്, ROE ഉണ്ട്, ലോ ഡെപ്റ്റ് ആണ്, അതുപോലെ പോസിറ്റീവ് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, സ്ട്രോങ് ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ട്, ഹൈ POTOSQ സ്കോർ ഉണ്ട്, അഡ്വക്കേറ്റ് റിസർവ്സ് ഉണ്ട്, കൺസിസ്റ്റൻറ്റ് ഡിവിഡൻഡ് ഉണ്ട്, അതുപോലെ നോ പ്ലെഡ്ജ് ഷെയർസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും റീസൺ കൊണ്ട് തന്നെ ഈ ഒരു ഫിനോലെക്സ് കേബിൾസ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. ഇനി അടുത്ത സ്റ്റോക്സ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് JB മോട്ടോ ആണ്. അപ്പോൾ JB മോട്ടോ പറയുന്നത് അതിൻ്റെ ട്രെൻഡ് അപ്പാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നുണ്ട്. അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് ആ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നത്. നമുക്ക് എന്തായാലും ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നുണ്ട്. ഇതിൽ ബൈ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 2066 മുകളിലാണ് ബൈ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ 2066 ഇനി താഴേക്ക് വരാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 1790 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ആണ്. ഇനി ഇതിന് ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 2697 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടാർഗറ്റ് ആയിട്ട് പറയുന്നത്. ഇതിൻ്റെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 2.29 ആണ്. ഇനി നമുക്ക് ഈ സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ നമുക്ക് നോക്കാം. അപ്പോൾ JB മോട്ടോ ഫണ്ടമെൻ്റലി വീക്കായിട്ടാണ് കാണുന്നത്. അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് ഹൈ PE റേഷ്യോ ആണ്, അതുപോലെ ഹൈ ഡെപ്റ്റ് ഉണ്ട്, ലോ ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ട്, അതുപോലെ ലോ ഡിവിഡൻഡ് ഈൽഡ്, മോഡറേറ്റ് പ്രോഫിറ്റബിലിറ്റി, ഇൻട്രിൻസിക് വാല്യൂ, അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത്, കോണ്ടിജന്റ് ലിയബിലിറ്റീസ്, റിസർവ്സ്. അപ്പോൾ ഈ റീസൺ കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്സ് ഫണ്ടമെൻ്റലി വീക്കായിട്ടാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്സ് ബൈ എടുക്കുമ്പോൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ബൈ എടുക്കാൻ. നമുക്ക് ഫണ്ടമെൻ്റലി നോക്കിയപ്പോൾ ഇത് വീക്കായിട്ടാണ് കാണുന്നത്. ഇനി അടുത്ത സ്റ്റോക്സ് KPIT ടെക്നോളജീസ് ആണ്. അപ്പോൾ KPIT ടെക്നോളജീസ് പറയുന്നത് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുക്കുന്നതാണ് പറയുന്നത് ഡേ ടൈം ഫ്രെയിമിൽ. അപ്പോൾ നമുക്ക് ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറാണ്. ഇനി ഇതിൻ്റെ ബൈ ലെവൽ പറയുന്നത് 1600 മുകളിലാണ്. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബൈ എടുക്കാമെന്നാണ് പറയുന്നത്. ഇതിന് സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 1470 ആണ്.
അപ്പോൾ 1870 സ്റ്റോപ്പ് ലോസ്. ഇനി ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 1870. ഓക്കെ, അപ്പോൾ ഇനി ബ്രേക്കൗട്ട് എടുക്കുകയാണെങ്കിൽ ടാർഗറ്റ് 1870, സ്റ്റോപ്പ് ലോസ് 1870 ആണ്. ഇനി റിസ്ക് റിവാർഡ് പറയുന്നത് 2.08 ടൈംസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി ഇത് നമുക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ KPIT ടെക്നോളജീസ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് സ്ട്രോങ് ROCയും ROEയും ഉണ്ട്, പിന്നെ ലോ ഡെപ്റ്റ് ആണ്, ഹൈ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, അതുപോലെ പോസിറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ട്, അതുപോലെ ഹൈ POTOSQ സ്കോർ ഉണ്ട്, മോഡറേറ്റ് ഡെപ്റ്റ് ഇൻക്രീസ് ആണ്, ഹെൽത്തി റിസർവ്സ് ഉണ്ട്, സ്ട്രോങ് മാർക്കറ്റ് പൊസിഷൻ ഉണ്ട്. അപ്പോൾ ഈ റീസൺ കൊണ്ട് തന്നെ ഈ ഒരു KPIT ടെക്നോളജീസ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അപ്പോൾ ഈ ഒരു 3 സ്റ്റോക്സുകളാണ് നമുക്ക് ഈ ആഴ്ച സ്റ്റോക്ക് എഡ്ജ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അടുത്ത സ്റ്റോക്സ് ആഷിമ ലിമിറ്റഡ് ആണ്. ഇത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്സ് ആണ്. അപ്പോൾ ഈ സ്റ്റോക്സ് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൾട്ടി ഇയർ ഹൈ ബ്രേക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് 2000 വന്നിട്ടുള്ള ഹൈ ആണ് ഈ ഒരു സ്റ്റോക്സ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഹൈ വന്നിരിക്കുന്നത് 2000 ഹൈ വന്നിരുന്നു പറയുന്നത് 39.95 2000 വന്ന ഹൈ. അപ്പോൾ ആ സ്റ്റോക്സ് ഇപ്പോൾ 33.20 നിൽക്കുന്നത്, ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ഒരു 40 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കാം, ഈ ഒരു ബ്രേക്കൗട്ട്. ഇനി നമുക്ക് ഈ സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യാം. സാധാരണയായിട്ടൊരു സ്റ്റോക്സ് മൾട്ടി ഇയർ ഒക്കെ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അപ്സൈഡ് പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്സ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു സ്റ്റോക്സ് 24 കൊല്ലത്തെ ബ്രേക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് ഹൈ ROC ഉണ്ട്, ROE ഉണ്ട്, അതിൽ ലോ സ്റ്റോക്ക് PE ആണ്, പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, റീസണബിൾ ഡെപ്റ്റ് ലെവൽസ് ആണ്, പോസിറ്റീവ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ആണ്, സ്ട്രോങ് പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ്സ് ഉണ്ട്, അതുപോലെ ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഉണ്ട്. അപ്പോൾ ഈ റീസൺ കൊണ്ട് തന്നെ ഇത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അപ്പോൾ മാത്രമല്ല ഈ ഒരു സ്റ്റോക്സ് 40 രൂപ റേഞ്ചിന് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് ചെയ്തതിന് ശേഷം ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെയാണ് നമ്മൾ ഈ ആഴ്ച സിങ്ക് ട്രേഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ വീഡിയോ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്, ബൈ റെക്കമെൻഡേഷൻ ഒന്നല്ല. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റോക്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടേതായ ഒരു ടെക്നിക്കലും അതുപോലെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.